പവിത്രക്കൂട്ടിൽ ഓണം സ്പെഷ്യലായി ഇന്നൊരു വെണ്ടയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകും കറിവേപ്പിലയും 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് അരപ്പ് അരച്ചെടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ബൗളിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളകും 2-3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് ബാക്കി വന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിലെ കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിക്കണ്ട കേട്ടോ. മിക്സിയിലടിച്ചാൽ അത് കുറച്ചും കൂടി ലൂസായി പോകും. ഇനി അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക എണ്ണയിൽ കിടന്ന് മൂക്കുന്നത് വരെ വറുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ. വെണ്ടയ്ക്കയെല്ലാം മൂത്ത ശേഷം അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. വറുത്ത വെണ്ടയ്ക്ക തൈരും അരപ്പും ചേർത്ത കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി കടുക് വറുത്തിടാം. ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് പൊട്ടിയ ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് എടുത്ത് കറിക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.